ഇറാനെതിരായ ഇസ്രയേൽ അമേരിക്കൻ നീക്കങ്ങളും പ്രത്യാക്രമണങ്ങളും ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ലോക ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് ഹോർമൂസ് കടലിടുക്ക്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാന മേഖലയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ പശ്ചിമേഷ്യയെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. ഇതിനോടകം തന്നെ ആഗോള എണ്ണവിലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് ഹോർമൂസ് കടലിടുക്ക് ഏഷ്യൻ എണ്ണ വിപണിയെ സ്വാധീനിക്കുന്നത്? ഹോർമൂസിലെ പ്രതിസന്ധി എണ്ണവിലയുടെ കുതിപ്പിന് കാരണമാകുന്നത് എങ്ങനെയാണ്? പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാതയാണ് ഹോർമൂസ്. ഹോർമൂസിന്റെ വടക്കൻ തീരത്ത് ഇറാനും തെക്കൻ തീരത്ത് UAEയും ഒമാന്റെ ഭാഗമായ മുസന്തവുമാണ്. വീതി കുറവാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കാരിയറുകളെ ഉൾക്കൊള്ളാൻ ഈ ചാനൽ സഹായിക്കുന്നു. പശ്ചിമേഷ്യയിലെ പ്രധാന എണ്ണവാതക കയറ്റുമതിക്കാർ അന്താരാഷ്ട്ര വിപണികളിലേക്ക് വിതരണം ചെയ്യുന്നതിന് ഈ ചാനലിനെയാണ് ആശ്രയിക്കുന്നത്. ലോകത്തിലെ എണ്ണയുടെ ഏകദേശം 20%, അതായത് പ്രതിദിനം 15 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് കയറ്റി അയക്കുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ് തുടങ്ങിയ പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്കെല്ലാം വിദേശത്തേക്ക് എണ്ണ കയറ്റി അയക്കാൻ ഈ പാത അനിവാര്യമാണ്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 50% ഈ പാത വഴിയാണ് കടന്നു വരുന്നത്. കണക്കുകൾ പ്രകാരം ഹോർമൂസിലൂടെയുള്ള എണ്ണ കയറ്റുമതിയുടെ 84%, ഗ്യാസ് വ്യാപാരത്തിന്റെ 83% ഏഷ്യൻ വിപണികളെ ലക്ഷ്യമാക്കിയുള്ളതാണ്. ചൈന, ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ മാത്രം ഈ ഊർജ്ജ പ്രവാഹത്തിന്റെ 69% ഉപയോഗിക്കുന്നു. അതിനാൽ ഈ പാതയിൽ ഉണ്ടാകുന്ന നേരിയ തടസ്സമോ എണ്ണവില വർധനവോ ഏഷ്യൻ രാജ്യങ്ങളുടെ വ്യവസായ ഗതാഗത മേഖലകളെയും സാമ്പത്തിക ഭദ്രതയെയും സാരമായി ബാധിക്കും. സംഘർഷ സാധ്യതയുള്ള മേഖലയിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് തുക കമ്പനികൾ വർദ്ധിപ്പിക്കും. ഇതും എണ്ണവില കൂടാൻ കാരണമാകും. ഇന്ധനവില വർദ്ധിക്കുന്നത് ചരക്കു നീക്കത്തിന്റെ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കും. നിത്യോപയോഗ സാധനങ്ങൾ, പച്ചക്കറികൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില ഇതോടെ കുതിച്ചുയരും. ഇത് ലോകമെമ്പാടും പണപ്പെരുപ്പത്തിന് വഴി തെളിയിക്കുകയും സാധാരണക്കാരുടെ ജീവിത ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. പല രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇതോടെ മന്ദഗതിയിലാകും. രാജ്യത്ത് ആവശ്യമുള്ള എണ്ണയുടെ 89% ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഇന്ത്യയെയും ഈ പ്രതിസന്ധി കാര്യമായി ബാധിക്കും. പാത അടഞ്ഞാൽ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുത്തനെ ഉയരും. ഇത് രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് കമ്മി വർദ്ധിക്കുകയും രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമാവുകയും ചെയ്യും. ഇന്ത്യയിലെ വിമാനയാത്ര, ചരക്ക് ഗതാഗതം തുടങ്ങിയ മേഖലകളും ഇതോടെ പ്രതിസന്ധിയിലാകും. ആഗോള ഊർജ്ജാധിപത്യത്തിന് പ്രാധാന്യം നൽകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികളാണ് പശ്ചിമേഷ്യയെ ഇത്രയേറെ പ്രതിസന്ധിയിലാക്കിയത്. ലോകത്ത് ഇതുവരെ കണ്ടെത്തിയ എണ്ണ നിക്ഷേപത്തിൽ ഏറ്റവും അധികം വെനസ്വേലയിലാണ്. 3-ാം സ്ഥാനത്താണ് ഇറാൻ. വെനസ്വേലയ്ക്ക് പിന്നാലെ ഇറാനും അധീനതയിലായാൽ ലോകത്തിന്റെ മൊത്തം എണ്ണ നിക്ഷേപത്തിന്റെ 29% അമേരിക്കയുടെ വരുതിയിലാകും. അമേരിക്കയിൽ 5% വരുന്ന എണ്ണ നിക്ഷേപവുമുണ്ട്. അതായത് ലോകത്തിലെ മൊത്തം എണ്ണയുടെ 34% അമേരിക്ക നിയന്ത്രിക്കുന്ന സ്ഥിതി. ഇതുവെച്ച് ലോക സമ്പദ് വ്യവസ്ഥയിൽ സ്വാധീനം ചെലുത്തുകയായിരിക്കും ട്രംപിന്റെ അടുത്ത നീക്കം.